മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്മാർക്കും നാട്ടിലെ അപ്പച്ചന്മാർക്കും ഒക്കെ ശരിക്കും സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ സ്കോട്ട്ലൻഡിലാണെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എന്നോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഷ്ടംപോലെ സ്കോച്ച് വിസ്കി കിട്ടുമല്ലോ, നിങ്ങൾക്ക് അവിടെ എപ്പോഴും വിസ്കി കഴിക്കാമല്ലോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിസ്കി പേഴ്സണലി ഞാൻ കഴിക്കത്തില്ല, പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് വിസ്കിക്ക് ഇവിടെ ഭയങ്കര വിലയാണ്. ഇവിടെ നല്ല എല്ലായിടത്തും വിലയാണ്. സ്കോട്ട്ലൻഡിലാണെന്നും പറഞ്ഞിട്ട് ചീപ്പൊന്നുമല്ല, നല്ല പൈസ കൊടുക്കണം. ഇവിടെ സ്കോട്ട്ലൻഡിൽ തന്നെ ഏകദേശം 130ഓളം ഡിസ്റ്റിലറീസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അബർഡീൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അബർഡീനിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൻഡ് ഏരിയയിലോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഡിസ്റ്റിലറീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഹോം ഓഫ് ഷിവാസിലാണ്. നമ്മൾ പോണ വഴിക്ക് ഒരു 3-4 ഡിസ്റ്റിലറീസ് എങ്കിലും കവർ ചെയ്യണം എന്നാണ് വിചാരിക്കണേ. ഡിസ്റ്റിലറി ടൂർ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് റെസ്ട്രിക്ഷനുണ്ട്. പക്ഷെ അതില്ലെങ്കിൽ തന്നെ നമുക്ക് ഓരോ ഡിസ്റ്റിലറീസ് കവർ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കോച്ച് വിസ്കി ടൂർ. നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഷിവാസ് ബ്രദേഴ്സിന്റെ ഷിവാസ് റീഗൽ ഡിസ്റ്റിലറിയിൽ നിന്നാണ്. ഇത് 1786 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഡിസ്റ്റിലറിയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പഴക്കം ചെന്നിട്ടുള്ള ഡിസ്റ്റിലറിയാണ്. ശരിക്കും ഇവിടെ വരുമ്പോൾ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറാണ്. ഭയങ്കര നല്ല രസമായിട്ട് ആരായാലും റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഒന്ന് നോക്കുന്ന ഒരു സ്ട്രക്ചർ ആട്ടോ ഈ ഡിസ്റ്റിലറിക്ക് ഉള്ളത്. മറ്റുള്ള ഡിസ്റ്റിലറീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പിയറൻസ് വൈസിൽ കുറച്ചുകൂടെ സുന്ദരനായിട്ടുള്ളത് ഈ ഡിസ്റ്റിലറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ശരിക്കും റോഡിനോട് ചേർന്ന് തന്നെയാട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇവരിവിടെ മെയിൻലി സെയിൽ ചെയ്യുന്നത് 12 വർഷം, 18 വർഷം, 25 വർഷം പഴക്കമുള്ള വിസ്കീസ് ആണ്. ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത് 40 to 43% ആണ് പറയുന്നത്. യൂഷ്വലി വിസ്കീസിന്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് വരുന്നത് 40 to 50% ആണ്. അപ്പോൾ ഓരോ ഡിസ്റ്റിലറീസിലും ആൽക്കഹോൾ കണ്ടന്റ്, അതായത് ഇപ്പോൾ ഗ്ലെൻഫിഡിക്കിനായാലും ഷിവാസിനായാലും ഗ്ലെൻമൊറയ്ക്കായാലും ആൽക്കഹോൾ പെർസെൻറ്റേജ് ചിലപ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ കൊറോണ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ടൂർസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് സെൻറ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഔട്ട്ലെറ്റിൽ പോയിട്ട് സെയിലിന് വെച്ചേക്കുന്ന വിസ്കീസ് നമുക്ക് വിസ്കി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ട് വരാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളപ്പോൾ ഷിവാസിന് ഇറങ്ങിയിട്ട് ഗ്ലെൻഫിഡിക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഷിവാസിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഗ്ലെൻ കീത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റിലറി ഉണ്ട്. ഇതും ഷിവാസ് ബ്രദേഴ്സിന്റെ തന്നെയാണ്. ഇത് പക്ഷേ വിസിറ്റേഴ്സിന് അവർ ഓപ്പൺ ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമ്മളൊരു വീഡിയോ എടുത്തു. അതിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടൊരു സ്ട്രീം ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഏത് ഡിസ്റ്റിലറീസിൽ ചെന്നാലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സ്ട്രീം നമുക്ക് കാണാൻ പറ്റും. കാരണം മെയിനായിട്ട് വിസ്കിയിൽ 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആകെ 3 ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു വിസ്കി ഉണ്ടാക്കാനായിട്ട് ബാർലി വേണം, ഈസ്റ്റ് വേണം, വാട്ടർ വേണം. അപ്പോൾ ഈ സ്കോട്ടിഷ് വാട്ടറിന് ഭയങ്കര ഗുണങ്ങളും മേന്മകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിസ്കി മേക്കിങ്ങിൽ സ്കോട്ടിഷ് വാട്ടറിന് പ്രത്യേക ഒരു ഇമ്പോർട്ടൻറ്റ് മേജർ റോളാണ് അത് പങ്കുവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിസ്റ്റിലറീസും ഈ ഏതെങ്കിലും ഒരു സ്ട്രീമോ ലേക്കിനോട് ചേർന്നായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യം വരണം. ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരും വന്നാൽ ഞങ്ങൾ ആദ്യം കൊണ്ടുവരുന്ന ഒരു ഡിസ്റ്റിലറിയാണത്. ഇവിടെ കാരണം ഇവിടുത്തെ ടൂർ നല്ല ടൂറാണ്. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 2 മണിക്കൂറോളം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ടൂർ ഓപ്പൺ ആയി വന്നോളാം പറഞ്ഞ് ഞങ്ങൾ വന്നു. പക്ഷേ എന്നാ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ സർട്ടൻ ലിമിറ്റഡ് ഏരിയാസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനകത്ത് പകുതി ഭാഗത്തും ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസ്റ്റിലറി ടൂർ ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഒരുമാതിരി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു സ്കോച്ച് വിസ്കി ഉണ്ടാക്കുന്നതിനെ പറ്റി. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എനിക്ക് തരാൻ പറ്റത്തില്ല ഈ വീഡിയോയിൽ. ഇനി കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഡിസ്റ്റിലറി എടുത്തിട്ട് നല്ല പ്രോപ്പറായിട്ട് A to Z എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ പോയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെതറായിരുന്നു കേട്ടോ. സ്കോട്ട്ലൻഡിൽ സമ്മർ അല്ലെങ്കിൽ നല്ലൊരു ദിവസം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റയറായിട്ടുള്ള സംഭവമാണ്. ലക്കിലി ഞങ്ങൾ പോയി അന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ പോണ വഴിക്കായപ്പോലും ഈ ഹൈലൻഡ് ഏരിയ കൂടെ പോകുന്നത്, അപ്പോൾ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസ്റ്റിലറിനോട് ചേർന്ന് നമുക്കൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ കിഡ്സൊക്കെ ആയിട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട്.
ഇവിടെ ഗ്ലെൻഫിഡിക്കിൽ ടൂറിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ആദ്യം 10 പൗണ്ടായിരുന്നു ഒരാൾക്ക്. പക്ഷെ ഇപ്പൊ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചാർജ് അങ്ങ് കൂട്ടി. കാരണം നമ്പർ ലിമിറ്റ് ആയി. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടൂറിൽ 20 പേരെ അവർ അക്കോമഡേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അത് 10 നമ്പേഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ പെർ അഡൾട്ടിന് 20 പൗണ്ടാണ് ഇപ്പോഴത്തെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടൂർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ആദ്യം ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ അവർ വിസ്കി മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഡിസ്റ്റിലറിയുടെ ഹിസ്റ്ററിയും ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവർ കാണിച്ചു തരുന്നത്. ഒരു 15 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. ഒരു വിസ്കി ഉണ്ടാക്കാനായിട്ട് മെയിൻലി 3 ഇൻഗ്രീഡിയൻസ് മതി എന്ന് പറഞ്ഞല്ലോ. ബാർലി വേണം, ഈസ്റ്റ് വേണം, വെള്ളം വേണം. പക്ഷേ ഈ 3 ഇൻഗ്രീഡിയൻസ് പല പ്രോസസ്സിൽ കൂടെ പോയിട്ടാണ് നമുക്ക് വിസ്കി ആയിട്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇവിടെ ഇപ്പൊ ടൂർ ഗൈഡ് എങ്ങനെയാണ് ഒരു ബാരൽ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുകയാണ്. അതായത് ഓക്കിന്റെ ബാരൽ എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു വീഡിയോയിൽ ഒരാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഗൈഡ് ആ ഓക്കിന്റെ ഓരോ പീസിനുള്ള പ്രത്യേകതകളും കാര്യങ്ങളും സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. The two main staves that we use is bourbon barrels, American white oak, and European red oak ex-sherry barrels. Now these are important to know what state they're in because we get 100% of the colour from this piece of wood and we also get about 70 to 80% of the flavour from this piece of wood. So what will happen is, when it first turns up, they check this line, see where it is, and this line here is called the spirit line. So that tells us how much life is left in it. Once we fill it up, it fills up, and then when we empty it, it leaves a mark. And then we keep filling it up and emptying it until that line gets to the end. When it's at the very end, no more flavour and colour. This will last us about 60 or 70 years. Which is വിസ്കി സ്റ്റോറിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഓക്ക് കാസ്ക് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അത് മെയിൻലി അമേരിക്കൻ ഓക്കും യൂറോപ്യൻ ഓക്കും യൂസ് ചെയ്യാറുണ്ട്. ഓക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ക് പ്യുവർ വുഡ് ആണെന്നാണ് പറയുന്നത്. വിസ്കി പ്രോസസ്സിങ്ങിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഡിസ്റ്റിലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വിസ്കി മെച്യൂർ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഓക്കിന്റെ കാസ്കിലാണ് വെക്കുന്നെങ്കിൽ ഓക്കില് ഒരു റെസിൻ കാനൽസ് ഉണ്ട്. ഈ കനാൽ വഴിയായിട്ട് നമുക്ക് ഫ്ലേവേഴ്സ് എല്ലാം കൂടെ വിസ്കിയിലോട്ടേക്ക് കുറച്ച് ഇറങ്ങി ചെന്ന് വിസ്കിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. സ്കോച്ച് എപ്പോഴും വെക്കുന്നത് ഓക്കിന്റെ കാസ്കിലാണ്. കാസ്ക് എന്ന് പറഞ്ഞാൽ ബാരലിന്റെ ചെറിയ ഒരു വെർഷൻ പറയുന്നതാണ് കാസ്ക് എന്ന് പറയുന്നത്. ബാരൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ഒരു ഡ്രം പോലെ ഇരിക്കുന്ന സംഭവം, ഓക്കിന്റെ തന്നെ വലിയ സംഭവം. ഈ ഒരു വിസ്കി ഉണ്ടാക്കുന്നത് പല പ്രോസസ്സിൽ കൂടെയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് മാൾട്ടിങ് എന്ന് പറയുന്നത്. അത് ബാർലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിനെ ജെർമിനേറ്റ് ചെയ്യാനായിട്ട് വെക്കും. ഈ മാൾട്ടഡ് ബാർലി പിന്നീട് മില്ലിംഗ് പ്രോസസ്സിലോട്ട് പോകും. മില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. അതായത് പൊടിച്ച് തവിടൊക്കെ മാറ്റിയിട്ട് അതിന് ധാന്യം മാത്രമായിട്ട് അവർ വേർതിരിച്ചെടുക്കും. മില്ലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മാഷിംഗ് ആണ്. അത് കുറേ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് മാഷിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെർമെന്റേഷൻ ആണ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡിസ്റ്റിലേഷനിലോട്ടേക്ക് വരുന്നത്. റിയലി സോറി, നിങ്ങൾ ഇതൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ടൂർ ഓപ്പൺ ആക്കിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അകത്ത് കയറിയിട്ട് പകുതി ഭാഗം മാത്രമേ ഞങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ ഇതിനു മുന്നേ വന്ന് ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ശരിക്കും ഫുള്ളി ഓപ്പൺ ചെയ്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷെ കൊറോണ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ഞങ്ങളൊന്നും കാണിച്ചു തന്നില്ല. അതുകൊണ്ട് വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോ അവരുടെ സ്പെഷ്യൽ വിസ്കീസ് പിന്നെ ഓരോ വർഷവും എടുത്തിട്ട് ഇങ്ങനെ ഓരോ ബോട്ടിൽസിന് വന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അവരുടെ വിസ്കിയിൽ വന്ന ചേഞ്ചസ് അതിനെ പറ്റിയുള്ള ഓരോന്ന് കാണിച്ചു തരുന്നതാണ്. because it's just rare, just to try and keep your whiskey inside a barrel for 25 years and just have it at the right flavour come out the end. And as I say, then we've got our experimental series where we've got our IPA. സ്കോട്ട്ലൻഡിൽ ഉണ്ടാക്കുന്ന വിസ്കിനെ പറയുന്നതാണ് സ്കോച്ച് എന്ന്. ഈ സ്കോച്ച് മെയിൻലി ബാറിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അന്ന് ലോകത്തിന്റെ മറ്റുള്ള ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്ന വിസ്കിനെ വിസ്കി തന്നെയാണ് പറയുന്നത്. ഈ വിസ്കി ബാർലിൽ നിന്നോ വീറ്റിൽ നിന്നോ കോണിൽ നിന്നോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ സ്കോച്ചും വിസ്കിയാണ്, എന്നാൽ എല്ലാ വിസ്കിയും സ്കോച്ച് അല്ല.
വിസ്കി മേക്കിംഗ് പ്രോസസ്സിന്റെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ ഡിസ്റ്റിലേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഡിസ്റ്റിലേഷന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് കണ്ടോ, ആ എക്യുപ്മെന്റിനെ പറയുന്നത് സ്റ്റിൽ എന്നാണ് പറയുന്നത്. ഈ സ്റ്റില്ല് ഒരു സർട്ടൻ ടെമ്പറേച്ചറിൽ ആദ്യം തന്നെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ആൽക്കഹോൾ അല്ലെങ്കിൽ വേറെ കോമ്പൗണ്ട്സ് എല്ലാം വേപ്പറൈസ് ചെയ്തിട്ട് ഈ സ്റ്റില്ലിന്റെ നെക്കില്ലേ, അതായത് കോയിൽ പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ കോയിൽ പോലെ ഇരിക്കുന്ന സംഭവത്തിൽ കൂടെ പോകും. അത് കൂടെ പോയി കഴിയുമ്പോൾ അത് കോൾഡ് റണ്ണിങ് വാട്ടറിൽ കൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ അതിനകത്തുള്ള വേപ്പർ എല്ലാം കൂടെ കണ്ടൻസ് ചെയ്തിട്ട് അത് ലിക്വിഡ് ആവും. ഈ ലിക്വിഡാണ് നമ്മൾക്ക് വിസ്കി ആയിട്ട് കാസ്കിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുന്നത്. ഈ ടൂറിന്റെ കൂടെ വേറെയും ചില പ്ലേസസ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇനി ലാസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിംഗ് സെക്ഷനാണ്. First time. ഇത് ശരിക്കും വിസ്കി ടെസ്റ്റിംഗ് സെക്ഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യണവർക്കാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. ഞാനിപ്പോൾ കഴിക്കുന്നില്ല, പക്ഷെ അവർ പറഞ്ഞത് ദിസ് ഈസ് 12 year old, ഇത് 15 year ആണ്, ഇത് 18 years ആൻഡ് ദിസ് ഈസ് 23 years. 23 years. അപ്പോൾ ഓരോന്നിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിത് വേണമെങ്കിൽ കഴിച്ച് നോക്കാം കേട്ടോ. ഇതൊരു പർട്ടിക്കുലർ രീതിയിലൊക്കെയാണ് കഴിക്കുന്നത്. നമ്മൾ ആദ്യം ഒന്ന് റിൻസ് ചെയ്യുക, എന്നിട്ട് പിന്നെ മൗത്തിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ വായിൽ പിടിച്ച് ഒരു പർട്ടിക്കുലർ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുന്നില്ല. ഈ ബോട്ടിലിൽ അവർ എഴുതിയിട്ടുണ്ട് 12 years 18 years എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിത് ശരിക്കും സ്മെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യേ. 12 year എനിക്ക് സ്മെല്ല് ചെയ്തപ്പോൾ കുറച്ചുകൂടി മൈൽഡ് ഫ്ലേവർ ആയിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് വിസ്കിയുടെ ടേസ്റ്റ് ഒന്നും അറിയില്ല കേട്ടോ, എന്നാലും എനിക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇല്ലേ, ഈ വൈനിൻ്റെ ഫ്ലേവർ ആയിട്ട് എനിക്ക് തോന്നുന്നു. മറ്റേത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കിട്ടിയത് എനിക്ക്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ധാന്യത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് വിസ്കി എന്ന് പറയുന്നു. വൈൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് ബ്രാൻഡി എന്ന് പറയും. അതുപോലെ തന്നെ ഷുഗർ കെയിൻ, കരിമ്പിൻ ജ്യൂസ് ഇല്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ റം എന്ന് പറയും. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, പക്ഷെ എനിക്കതൊരു പുതിയ അറിവായിരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഞാനിപ്പോൾ വന്നേക്കുന്നത് ഗ്ലെൻമോറെ ഡിസ്റ്റിലറിയിലാണ്. ഇവിടെ കുറേ വെയർ ഹൗസസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പുറത്ത് തന്നെ നിങ്ങൾ കണ്ടോ, ഈ ഓക്കിൻ്റെ കാസ്ക് പുറത്തെടുത്ത് വെച്ചേക്കുന്നുണ്ടോ. ഈ ഓക്കിൻ്റെ കാസ്കിലാണ് വിസ്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഗൺഫിഡിക്കിൽ പോയപ്പോഴും ഇങ്ങനെ ഓരോ വലിയ വെയർ ഹൗസിൽ എന്നെ കയറ്റിയിരുന്നു, പക്ഷെ അവിടെ ക്യാമറ അലൗഡ് അല്ല. അവിടെ ഇങ്ങനെ കുറേ ഓക്കിൻ്റെ ബാരൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ 1958 അവിടെ തുടങ്ങിയാട്ടെന്ന് തോന്നുന്നു. അതായത് 50-60 വർഷം പഴക്കമുള്ള വിസ്കികൾ വരെ ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവർ. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കുഞ്ഞു ഡ്രോപ്പ്, അതായത് കുഞ്ഞൊരു പോർഷന് വരെ അവർ 1000 pound 2000 pound കിട്ടുക. കാരണം എന്ന് വെച്ചാൽ 50-60 വർഷം പഴക്കമുള്ള വിസ്കീസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ വെയർ ഹൗസസിൽ ഈ ഓക്കിൻ്റെ ഇതിൽ മാത്രമാണ് ഇവർ വിസ്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവർ പറയണതെന്നു വെച്ചാൽ എത്രയോ വർഷക്കാലം അതങ്ങനെ നിൽക്കുന്നു, അത്രയും നാളും കൊണ്ട് അതിൻ്റെ വീര്യം കൂടി വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിങ്ങനെ ഇരിക്കുന്തോറും വീര്യം കൂടുകയും ചെയ്യും, കുറേയും വിസ്കി ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിലോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലെൻഫിഡിക്കിലായാലും ഇവിടെ വന്നാലും നമുക്ക് ഓരോ മരത്തിൻ്റെയും ചുമരുമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് കാണാൻ പറ്റും. അത് അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ്കി ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു തരം ഒരു ഫംഗസിൻ്റെ പേര് പറഞ്ഞു. ആ ഫംഗസ് പറ്റി പിടിച്ചിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇവിടെ എനിക്ക് വെയർ ഹൗസ് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇങ്ങനെ കുറേ കാസ്ക് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നില്ല.
നിങ്ങൾക്ക് കുറച്ചൊക്കെ കേട്ട് പരിചയമുള്ള ഡിസ്റ്റിലറീസ് കാണിച്ചു തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെയും കുറേ ഡിസ്റ്റിലറീസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഒന്നും തന്നെ ടൂർ അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് എന്താ പറയുക, കേട്ടുപരിചയം പോലും ഇല്ലാത്ത കുറേ ഡിസ്റ്റിലറീസ്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെയൊക്കെ പോയി വീഡിയോ ചെയ്യാഞ്ഞത്. ഇനിയിപ്പോൾ ടൂർ അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർ വിസ്കി മേക്കിംഗ് പ്രോസസ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ വാസന എന്ന് പറയത്തില്ലേ, അതുപോലെ ഈ വിസ്കിയുടെ മണം ഇങ്ങനെ കാറ്റത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഏത് ഡിസ്റ്റിലറിയിൽ പോയാലും നല്ല സ്മെല്ലാട്ടോ. ശരിക്കും വിസ്കി ലവേഴ്സിന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണിത്. ഈ സ്കോട്ട്ലൻഡിൽ വരുവാണെങ്കിൽ ഓരോ ഡിസ്റ്റിലറീസ് വിസിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും, അത് ഇവിടുത്തെ മെഷീൻസ് റൺ ചെയ്യുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.